എടാ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാടാ പഠിച്ചേ? എന്തൊക്കെയാ? നമുക്ക് നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. കുറച്ച് നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? നമ്മുടെ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. എന്താ പറയാ, ഇന്റിജേഴ്സിനെ പറ്റി പഠിച്ചു. ഓൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിനെ, ഇറാഷണൽ നമ്പേഴ്സിനെ, റിയൽ നമ്പേഴ്സിനെ എല്ലാം പഠിച്ചു. ഓക്കെ. സോ ഈ ഞാൻ പഠിച്ച സമയത്ത് ഈ റിയൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് ടേംസ് പറഞ്ഞായിരുന്നു. ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റിക്കറിംഗ്, അങ്ങനെയൊക്കെ ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് ടേംസ് പറഞ്ഞായിരുന്നു അല്ലേ? സോ ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ, അഥവാ അത് നോൺ ടെർമിനേറ്റിംഗ് ആയാൽ അത് റിപ്പീറ്റിംഗ് ആണോ അല്ലെങ്കിൽ നോൺ റിക്കറിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഒരു റാഷണൽ നമ്പർ തരികയാണ്. അത് തന്നിട്ട് ആ റാഷണൽ നമ്പറിലൂടെ നിങ്ങൾക്കത് അതൊരു ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? സോ ഞാൻ എന്താ പറയാ, കുറച്ച് റാഷണൽ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫൈൻഡ് ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് 10/3, 7/8 ആൻഡ് 1/7. ഓക്കെ ആണല്ലോ? സോ ഇത് എനിക്കൊരു റാഷണൽ നമ്പറാണ്. ഓക്കെ. ഈ റാഷണൽ നമ്പറിനെ ഡെസിമൽ ഇത് ഒരു ഡെസിമൽ നമ്പറിലോട്ട് ആക്കുമ്പോൾ അതൊരു ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാം. അതിന് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന്, ഈ റാഷണൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ എക്സ്പാൻഷനിലോട്ട് മാറ്റുക. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നമുക്ക് 7/8 എടുക്കാം. സോ 7/8 എടുക്കുന്നു. ഞാൻ ഈ ഡിവിഷൻ ചെയ്യുന്നതിന് കൂടെ തന്നെ റിമൈൻഡറുകൾ കൂടി, ഇതിൽ വരുന്ന റിമൈൻഡർ കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം. സോ 7/8. സോ നോക്കിയടാ, 7/8. 7/8 അതായത് ഇപ്പം ഇത് നമ്മുടെ ഡിവിഡന്റ് ആണ്. ഡിവിഡന്റ് ഒരിക്കലും 8 കൊണ്ട് ഡിവിസിബിൾ ആവൂല അല്ലേ, ഈ ഒരു ഡിവിഡന്റ്. ഓക്കെ. 7ല് 8 ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ 0 കൊടുക്കാം. ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കാം. ഒരു ഡെസിമൽ പോയിന്റ് കൊടുത്താൽ അർത്ഥം എന്താ? ഈ ഡിവിഡന്റിന്റെ കൂടെ എനിക്ക് എന്ത് കൊടുക്കാം? ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു 0 കൊടുക്കാം. അതിനുള്ള അധികാരം ഞാൻ നേടിയെടുത്തു. ഒരു ഡെസിമൽ പോയിന്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പൊ ഡിവിഡന്റ് ആയതുകൊണ്ട് ഡിവിഡന്റിന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കാം. റിമൈൻഡർ ആണെങ്കിൽ റിമൈൻഡറിന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോടാ? അപ്പൊ ഞാൻ 70 ആയി. 70ൽ എത്ര 8 ഉണ്ടാ? 70ൽ എത്ര 8 ഉണ്ട്? 8 ഉണ്ട് അല്ലേ? 8 64. എനിക്ക് റിമൈൻഡർ എത്ര വന്നടാ? ശിഷ്ടം എത്ര വന്നടാ? 6 വന്നു. സോ എന്റെ ഫസ്റ്റ് റിമൈൻഡർ എത്രയാടാ? 6. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. സോ ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഇനി എനിക്ക് വരുന്ന റിമൈൻഡറുകളിൽ എല്ലാം റൈറ്റ് സൈഡിൽ എനിക്ക് ഒരു 0 കൊടുക്കാനുള്ള അധികാരം കിട്ടിയെന്നാണ്. ഓക്കെ. റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കും. ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി. ഇനി നമുക്ക് വീണ്ടും ഒരു ഡെസിമൽ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു ഡെസിമൽ നമ്പറിനകത്ത് ഒരു ഡെസിമൽ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. സോ ഇവിടെ 6 വന്നു, റിമൈൻഡർ 6 വന്നു. ഓൾറെഡി എനിക്കൊരു ഡെസിമൽ പോയിന്റ് ഉണ്ട് എങ്കിൽ എനിക്ക് എന്തിനുള്ള ലൈസൻസ് കിട്ടി? അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 0 കൊടുക്കാനുള്ള ലൈസൻസ് കിട്ടി. ഇത് 0 കൊടുത്തു. 60. 60ൽ എത്ര 8 ഉണ്ടാ? 60ൽ എനിക്ക് ഒരു 7 8 ഉണ്ട്. 7 8 56. ശിഷ്ടം എനിക്ക് എത്ര കിട്ടിയിടാ? 4 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടിയിടാ? 4 കിട്ടി. ഓക്കെ. 4 എനിക്ക് അഗൈൻ റിമൈൻഡറിന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ. സോ 40 ആയി. 40ൽ എത്ര 8 ഉണ്ട്? 40ൽ എത്ര 8 ഉണ്ടാ? 5 8 ഉണ്ട്. 5 8 40. 5 8 40. റിമൈൻഡർ എനിക്ക് എത്ര കിട്ടി? 0 കിട്ടി. സോ ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ് അല്ലേ? എങ്ങനെ ടെർമിനേറ്റിംഗ് ആയി? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ റിമൈൻഡർ 0 ആയി. കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എന്ത് കിട്ടി? റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയാൽ അതിനർത്ഥം എന്താ? റിമൈൻഡർ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എങ്ങനെ ഡെസിമൽ എക്സ്പാൻഷനിലോട്ട് മാറ്റിയിട്ട് അത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് പിടിയിട്ട് എങ്ങനെയാക്കുന്നത് മനസ്സിലായോ? റിമൈൻഡർ 0 ആണെങ്കിൽ ടെർമിനേറ്റിംഗ്, റിമൈൻഡർ 0 അല്ല, ലാസ്റ്റ് വരുന്ന റിമൈൻഡർ 0 അല്ല എങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ്. സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സോ അതിനു മുമ്പ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. 7/8 എന്ന് പറയുന്നത് 0.875 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 10/3. 10 ഡിവൈഡഡ് ബൈ 3. സോ 10ൽ എത്ര 3 ഉണ്ട്? 10ൽ എത്ര 3 ഉണ്ട്? 10ൽ 3 ഉണ്ടല്ലേ? സോറി, 3 എടുത്ത് 3 എത്രടാ? 9. റിമൈൻഡർ എനിക്ക് എത്ര കിട്ടൂടാ? 1 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടിയടാ? 1 കിട്ടിയ. റിമൈൻഡർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. റിമൈൻഡർ ഇസ് ഈക്വൽ ടു 1. റിമൈൻഡർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ. സോ റിമൈൻഡർ വന്നു കഴിഞ്ഞു. ഓക്കെ, 1 ആയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യണം? 1 3ൽ അടങ്ങത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കും. ഡെസിമൽ പോയിന്റ് കൊടുത്താൽ അർത്ഥം റൈറ്റ് സൈഡിൽ എനിക്ക് ഒരു 0 ഇടാനുള്ള അധികാരം കിട്ടും. റൈറ്റ് സൈഡിൽ എനിക്ക് എന്ത് ഇടാൻ? ഒരു 0 ഇടാനുള്ള അധികാരം കിട്ടും. സോ 10ൽ അഗൈൻ എത്ര 3 ഉണ്ട്? 3 × 3 is equal to 9. അഗൈൻ എനിക്ക് 1 റിമൈൻഡർ വരും. അഗൈൻ ഞാൻ 0 ഇട്ട് കൊടുക്കും. 10ൽ എത്ര 3 ഉണ്ടാ? അഗൈൻ 3 ഉണ്ട്.
9 അഗൈൻ എനിക്ക് 1 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. ഇങ്ങനെ 1 വന്നുകൊണ്ടിരിക്കും. സോ റിമൈൻഡർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, റിമൈൻഡർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിമൈൻഡർ 0 ആകുന്നില്ല എങ്കിൽ, റിമൈൻഡർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയും. നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയും. പക്ഷെ ഇവിടെ റിപ്പീറ്റിംഗ് ആണ്, കണ്ടോ, ഇവിടെ റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇതിപ്പോ എല്ലാ ഫ്രാക്ഷൻ ഫോമിലാണ്, p/q p q ഇന്റിജർ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി നമുക്കറിയാം റാഷണൽ നമ്പർ ആണെന്ന്. സോ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് നോക്കിയിട്ട് അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സോ ക്വസ്റ്റിനെ തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം റാഷണൽ ആണെന്ന്. ഇപ്പൊ നമുക്ക് ഏത് പഠിച്ചാൽ മതി? ഇപ്പൊ നമ്മൾ നോക്കുന്ന ഏതാ? ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ്, അത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഇതിപ്പോ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. എന്തുകൊണ്ട്? റിമൈൻഡർ 0 ആവുന്നില്ല, ഒരേ റിമൈൻഡർ തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 1/7 ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അതാണ്ടാ 1/7. ഓക്കെ, ഇത് കൊടുത്ത് നോട്ട് ആക്കിയിരിക്കാം. ഓക്കെ, 1/7. സോ 1ൽ 7 ഒന്നും അടങ്ങത്തില്ല. സോ ഡിവിഡൻഡ് ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ ഒരു 0 കൊടുക്കും, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. പോയിന്റ് ഇട്ട് കൊടുത്താൽ ഡിവിഡൻഡിന്റെ കൂടെ ആരും കൂടെ വരും? ഒരു 0 കൂടെ വരും. 10 എത്ര ഏഴുണ്ടാ? ഒരു 7. 7 റിമൈൻഡർ എത്ര ഇട്ടോടെ? എനിക്ക് 3 കിട്ടും. സോ റിമൈൻഡർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. റിമൈൻഡർ 3. ഓക്കെ, റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. ഇനി എന്ത് ചെയ്യണം? 3ന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ബിക്കോസ് ഓൾറെഡി ഡെസിമൽ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? 3ന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തു. 30ൽ എത്ര 7 ഉണ്ടാ? 4 7 ഉണ്ട്. 4 7 28. റിമൈൻഡർ 2 കിട്ടി. അഗെയിൻ ഞാൻ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തു. 20ൽ എത്ര 7 ഉണ്ടാ? 20ല് 2 7 ഉണ്ട്. 2 7 14. 14 റിമൈൻഡർ എനിക്ക് 6 വരും. അഗെയിൻ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തു. 60ൽ എത്ര 7 ഉണ്ടാ? എത്ര 7 ഉണ്ട്? 8 7 ഉണ്ടല്ലേ? 8 7 എത്രയാടാ? 8 7 56. റിമൈൻഡർ എത്ര വരും? 4. അഗെയിൻ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കും. 40 ആവും. 40ൽ എത്ര 7 ഉണ്ടാ? 40ൽ എത്ര 7 ഉണ്ട്? 5 7 ഉണ്ട്. 5 7 35. അയ്യോ, നമ്മൾ റിമൈൻഡർ മാർക്ക് ചെയ്യാൻ മറന്നു പോയല്ലേ. സോ ആദ്യം എനിക്ക് റിമൈൻഡർ 3 കിട്ടി. പിന്നെ എനിക്ക് എത്ര കിട്ടിയടാ? 2 കിട്ടി. പിന്നെ എനിക്കൊരു 6 കിട്ടി. പിന്നെ എനിക്ക് ലാസ്റ്റ് ഇപ്പൊ എത്ര കിട്ടിയത്? 4 കിട്ടി. ഇപ്പൊ എനിക്ക് എത്ര കിട്ടി? ഒരു 5 കിട്ടി. ഓക്കെ, 5 കിട്ടി. ഓക്കെ, ഇനി അപ്പൊ റൈറ്റ് സൈഡിൽ 50 ആയി. റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ എത്രയായി? 50 ആയി. 50ൽ എത്ര ഉണ്ടാ? 7 7 7 7 49. റിമൈൻഡർ എനിക്ക് എത്ര കിട്ടി? 1 കിട്ടി. 1ന്റെ റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 10 ആയി. 10ൽ എത്ര ഉണ്ടാ? ഒരു 7 ഉണ്ട്. ഒരു 7. ഓക്കെ, ഒരു 7. അഗെയിൻ ഞാൻ ആ 10 ഇവിടോട്ടൊന്ന് മാറ്റി എഴുതണം കേട്ടോ. 10 ഒരു 7 7. റിമൈൻഡർ എനിക്ക് എത്ര വരാടാ? 3 വന്നു. സോ റിമൈൻഡർ 3 വന്നു. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു? റിമൈൻഡർ ഒന്നുകൂടി റിപ്പീറ്റ് ആയി. ഒരേ റിമൈൻഡർ ഒരു തവണ കൂടി എന്ത് ചെയ്തു? റിപ്പീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ എക്സ്പാൻഷൻ അവിടെ നിർത്താം. ബിക്കോസ് ഇത് എന്ത് ടൈപ്പാ? ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ്. റിക്കറിംഗ് ഡെസിമൽ നമ്പർ ആണ്. അതായത് റിമൈൻഡറുകൾ ഇങ്ങനെ 0 കിട്ടിയില്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആ. സെയിം ഡിനോമിനേറ്റർ തന്നെ, സെയിം റിമൈൻഡർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്? സെയിം റിമൈൻഡേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇനി എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? അതൊരു റിക്കറിംഗ് ഓർ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. ബിക്കോസ് ഇവിടെ ഇപ്പൊ 3 വന്നു കഴിഞ്ഞു. ഇനി 0 ഇട്ട് കൊടുത്താൽ ഈ കാൽക്കുലേഷൻ തന്നെ ഇവിടം വരെയുള്ള കാൽക്കുലേഷൻ, ഇവിടന്ന് ഈ 30ന്റെ അവിടം തൊട്ട് ഈ 50ന്റെ അവിടം വരെയുള്ള കാൽക്കുലേഷൻ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഞാൻ 10/3 എഴുതിയല്ലോ. 10/3 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 3.333 ആയിരുന്നു. അതുപോലെ തന്നെ 1/7 എന്ന് പറഞ്ഞാൽ 0.142857 142857. എവിടം തൊട്ടാണോ ആ റിമൈൻഡർ റിപ്പീറ്റ് ചെയ്യുന്നത് അവിടം തൊട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും? നമ്പർ ഇൻക്രീസ് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? എക്സെട്ര ഇടാൻ മറന്നുപോയി. ഓക്കെ, എക്സെട്ര. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോടാ. 7/8ഉം 10/3ഉം 1/7ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ക്ലിയർ ആണല്ലോടാ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ടെർമിനേറ്റിംഗ് ഇങ്ങനെ നമുക്ക് എഴുതാം. ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടം വരെ എഴുതാം. പക്ഷെ ഇവിടെ നിന്ന് എക്സെട്ര ഇടാതെ, അതായത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ, നോൺ ടെർമിനേറ്റിംഗ് പ്ലസ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ ഇങ്ങനെ നമ്മൾ എക്സെട്ര ആയിട്ട് സൂചിപ്പിക്കുന്നതിന് പകരം നമുക്ക് വേറൊരു തരത്തിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ 10/3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3.333 എക്സെട്ര ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിന് പകരം ഞാൻ എങ്ങനെ എഴുതാം? 3 എന്ന് പറയുന്ന നമ്പർ അല്ലേ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമുക്ക് എഴുതാം 3.3 വിൽ റിപ്പീറ്റ്. അതിന് പകരം 3ന്റെ മണ്ടൽ എന്ത് ചെയ്യും? ഒരു ബാർ ഇട്ട് കൊടുക്കും. 3.3 ബാർ ആണ് 3.3333 എന്ന് പറയുന്നതിന് പകരം. അപ്പൊ എന്ത് ചെയ്യാ? 0.6666 എക്സെട്ര. ഇനി എങ്ങനെ എഴുതാം? നമുക്ക് 0.6666
6ന്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കുക. 0.6ന്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ 1/7 നോക്കുകയാണെങ്കിൽ 0.1 ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല. 4 ആണോ? അല്ല. 2 ആണോ? അല്ല. 8 ആണോ? അതുമല്ല. 5 ആണോ? അത് ഒട്ടുമല്ല. 7 ആണോ? അതുമല്ല. പക്ഷെ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ നമ്പർ 142857 എന്ന് പറയുന്ന നമ്പർ 142857 എന്ന് പറയുന്ന നമ്പറാണ് എന്ത് ചെയ്യുന്നത് അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ അതിന് മൊത്തത്തിൽ ഒരു ബാർ കൊടുക്കണം. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. 5/12 ചെയ്യാം. ഓക്കെ, സോ 5 ഡിവിഡന്റ് ചെറുതായതുകൊണ്ട് 0 ഇട്ടു, പോയിന്റ് ഇട്ടു, റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുത്തു. 50 എത്ര 12 കൊണ്ടാ? 4 12 48. ഓക്കെ, 4 into 12 is equal to 48. റിമൈൻഡർ 2 വരും. അഗൈൻ റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കും. 20 എത്ര 12 കൊണ്ടാ? 20 ഒരേ ഒരു 12. ഓക്കെ, സോ 12 വരും. റിമൈൻഡർ 8 വരും. റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കും. 80 എത്ര 12 ഉണ്ട്? 6 12 72. അഗൈൻ റിമൈൻഡർ 8 വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്താണെന്ന് അറിയാലോ? 5/12 എന്ന് പറഞ്ഞാൽ 0.41666 എക്സെട്ര ആയിരിക്കും. 0.41666 എക്സെട്ര ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ നമുക്ക് ഒന്ന് ക്രോഡീകരിച്ച് എഴുതാൻ പറ്റും? 0.416 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 416 ബാർ. 0.416 ബാർ. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ? സോ ഒരു റാഷണൽ നമ്പർ വന്നാൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചിട്ട് അത് എന്താ പറയാ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അറിയാലോ. അത് ഈ ഒന്നാമത്തെ മെത്തേഡ് മനസ്സിലായാലോടാ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പഠിക്കാം. ഒന്നാമത്തെ മെത്തേഡില് നമ്മൾ എന്ത് ചെയ്തു? ഒരു റാഷണൽ നമ്പർ തന്നു. ആ റാഷണൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചു. ആ ഡെസിമൽ എക്സ്പാൻഷനിലൂടെ നമുക്ക് എന്തെന്ന് മനസ്സിലായി? അതൊരു നോൺ ടെർമിനേറ്റിംഗ് ആണോ ടെർമിനേറ്റിംഗ് ആണോ എന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ്, ഒരു റാഷണൽ നമ്പർ തന്നു, ആ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെന്താണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ റാഷണൽ നമ്പറിനെ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അതായത് അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവാൻ പാടില്ല. അതാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. സോ ആ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അതിനുശേഷം സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എടുക്കണം. ഈ ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്ററിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷന് വിധേയമാക്കുമ്പോൾ 2 5 ഓക്കെ, 2 5 മാത്രമേ അതിന് ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. 2 5 അല്ലെങ്കിൽ 2 കൂടിയേ വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അതല്ല എങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഓക്കെ, പിടിയോ? നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ഇത് രണ്ടും ഇപ്പം കോപ്രൈം ഫോമിലാണ് കിടക്കുന്നത്. മീൻസ് ഇതിനെ രണ്ടിനെയും ഇനി ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല, ചെറുതാക്കാൻ പറ്റത്തില്ല, സിമ്പിൾ ഫോമിലാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എടുക്കണം. എന്റെ ഡിനോമിനേറ്റർ ഏതാ? 2. ഈ ഡിനോമിനേറ്റർ എടുക്കണം. ഈ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ഈ രണ്ടിനെ ഇപ്പൊ അധികം ഒന്നും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നോക്കുക, ഏറ്റവും ചെറുതായിട്ട് എന്താ നടക്കുന്നത്? 2. ഓക്കെ, അപ്പം ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഏതാ കിട്ടും? 2 മാത്രമേ കിട്ടൂ. 2 മാത്രമേ കിട്ടൂ. ഓക്കെ, 2 5 മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രൈം ഫാക്ടറായി പാടുള്ളൂ. ഇവിടെ 2 മാത്രമല്ലേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 2 മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ ഇതൊരു ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആയിരിക്കും. ഇനി അടുത്തത് ഏതാ? 5/12. ഇതിനെ നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ വഴി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയത് ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് കിട്ടി. വാല്യൂ നമുക്കൊരു 0.41666 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടി ഈ മെത്തേഡ് വെച്ച് നോക്കാം. 12 എടുക്കുക. സോ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണെന്ന് നോക്കുക. ആണ്, ഏറ്റവും ചെറിയ ഫോമില. ഇനി ഫർദർ ഇതിനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന്റെ സിമ്പിൾ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇനി അതിനെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഈവൻ നമ്പർ ആയതുകൊണ്ട് ആദ്യമേ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6 കിട്ടും. 6 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എനിക്ക് എത്ര കിട്ടും? 3 കിട്ടും. അതായത് 12ന്റെ ഫാക്ടറുകളായിട്ട് എനിക്ക് എന്തൊക്കെ കിട്ടി? 2 into 2 into 3. അതായത് 2 അവിടെ ഉണ്ട്, പക്ഷെ 2ഓ 5ഓ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ. അതായത് 2ഉം കൂടിയോ. ഇവിടെ വേറെ ഒരു നമ്പർ വന്നു ഇല്ലേ? 2ഓ 5ഓ മാത്രമേ വരാൻ പാടുള്ളൂ. അതിന്റെ ഭാഗത്ത് ആര് വന്നു? 3 എന്ന് പറയുന്ന വേറൊരു നമ്പർ വന്നു. സോ വേറെ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഫാക്ടർ ആയിട്ട് വന്നാൽ, ഡിനോമിനേറ്ററിന്റെ ഫാക്ടർ ആയിട്ട് വന്നാൽ അതിനർത്ഥം അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പൊ 2/7 ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമില കിടക്കുന്നത് 7 ആണ് എന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ. ഈ 7 എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ അതിന്റെ ഫാക്ടർ ഏതാണ്? 7 മാത്രമാണ്. ആരാണ്? 7 മാത്രമാണ്. 2ഓ 5ഓ അവിടെ എന്താ പറയാ ഫാക്ടർ ആയിട്ടുണ്ടോ? 2ഓ 5ഓ അവിടെ ഫാക്ടർ ആയിട്ടുണ്ടോ? ഇല്ല. 7 ആണ് അവിടെ ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്. സോ അത് അഗെയിൻ നോൺ ടെർമിനേറ്റിംഗ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ 5/8 എടുക്കുക.
ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, കുറെ ഫാക്ടറൈസ് ചെയ്യുക. സോ അഗെയിൻ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. അതായത് 2 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് 2 മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, 2 മാത്രമേ കിട്ടിയുള്ളൂ. എങ്ങനെ അതിനർത്ഥം എന്താ? അത് ടെർമിനേറ്റിംഗ് ആണ്. അത് ടെർമിനേറ്റിംഗ് ആണ്. ഇനി അടുത്ത 1/3 ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറിയ ഫാക്ടർ ആയിട്ടാണ് കിടക്കുന്നത് 3. സിംപ്ലസ്റ്റ് ഫോമിൽ കിടക്കുന്നത് ഡിനോമിനേറ്റർ 3 ആണ്. 3 എന്ന് പറയുന്നത് എന്താ പറയുക, 2ഓ 5ഓ അല്ല ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ഫാക്ടർ ആയിട്ട്. 3 ആണ് വന്നിരിക്കുന്നത്. 3 ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ്. ഇനി അടുത്ത 25നെ ഫാക്ടറൈസ് ചെയ്യുക. വൺസ് ഡിജിറ്റിൽ 5 വന്ന് നടക്കുന്നത് നമുക്ക് 5 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. 5 × 5 25 കിട്ടും. സോ ഇവിടെ ആരെ വന്നിട്ടുള്ളൂ? എനിക്ക് 5 മാത്രമേ എനിക്ക് ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളൂ. സോ 5 മാത്രമേ ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം? അത് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. 5/2 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇനി 6/46. 6/46 അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണോ ഉള്ളത്? അല്ല. 6നെയും 46നെയും എനിക്ക് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 6നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 46നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23 എന്ന് കിട്ടും. സോ 23 ഒരു പ്രൈം നമ്പർ ആണ്. നോക്കിയാൽ മതി, 23 ഒരു പ്രൈം നമ്പർ ആണ്. സോ ഇതിനെ ഇനി ഫർദർ ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഇതിലും എന്ത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ഓ 5ഓ പ്രൈം ഫാക്ടർ ആയിട്ട് വരത്തില്ല. അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പറിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് 250നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 250നെ ഈവൻ നമ്പർ ആണ്, ഞാൻ 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 125 കിട്ടും. വൺസ് ഡിജിറ്റിൽ 5 വന്നോണ്ട് ഞാൻ അഗൈൻ ഈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് കേട്ടോ. സോ എല്ലാ നമ്പേഴ്സിനും വളരെ സിമ്പിൾ ആണ്. അതൊക്കെ എല്ലാ നമ്പേഴ്സിനും ഡിവിസിബിലിറ്റി റൂൾ അപ് ടു ഒരു 13 വരെയെങ്കിലും ഉള്ള ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സോ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് അത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ 125 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടൂടാ? 12ൽ എത്ര 5 ഉണ്ട്? 12ൽ എത്ര 5 ഉണ്ടാ? 12ൽ എനിക്ക് 2 5 ഉണ്ട്. 2 5 10, റിമൈൻഡർ 2 വരും. ആ 2 ഞാൻ എവിടെ കൊണ്ടെഴുതും? ഇവിടെ കൊണ്ടെഴുതും. സോ എന്റെ നമ്പർ 25. 25ൽ എത്ര 5 ഉണ്ടാ? 5. ഇനി അഗൈൻ 25ൽ എത്ര 5 ഉണ്ട്? 5. അതായത് ഇവിടെ 2ഉം 5 മാത്രമേ ആരായിട്ട് വന്നിട്ടുള്ളൂ? 2ഉം 5 മാത്രമേ ഇവിടെ ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളൂ, ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളൂ. 2ഉം 5 മാത്രമേ ഇവിടെ ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഈ ഒരു മെത്തേഡ് വെച്ച് എങ്ങനെ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ഫൈൻഡ് ചെയ്യുമെന്ന് മനസ്സിലായോ? ഒത്തിരി പെട്ടെന്നായത് പറഞ്ഞു പോയത്. വളരെ സിമ്പിൾ അല്ലേ? അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ ഫോമിലാണോ നോക്കുക, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണോ നോക്കുക, എന്നിട്ട് ഡിനോമിനേറ്റർ നോക്കുക. ആ ഡിനോമിനേറ്ററിൽ 2ന്റെയോ 5ന്റെയോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് 2ഓ 5ഓ ഓക്കെ അത് മാത്രമേ പ്രൈം ഫാക്ടർ ആയിട്ടുള്ളൂ എന്ന് നോക്കുക. പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ഓ 5ഓ മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ എന്ന് നോക്കുക. വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഫാക്ടർ ആയിട്ട് അവിടെ വന്നാൽ അത് നോൺ ടെർമിനേറ്റിംഗ്, വന്നിട്ടില്ലെങ്കിൽ അത് ടെർമിനേറ്റിംഗ്. 2ഉം 5 മാത്രമാണ് ഫാക്ടർ ആയിട്ട് വരുന്നതെങ്കിൽ അത് ടെർമിനേറ്റിംഗ്. അല്ല വേറെ ഏതെങ്കിലും പ്രൈം ഫാക്ടർ വന്നാൽ അത് നോൺ ടെർമിനേറ്റിംഗ്. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണ്. രണ്ട് മെത്തേഡും ക്ലിയർ ആണല്ലോ. ഡെസിമൽ എക്സ്പാൻഷൻ വഴി എങ്ങനെ ഒരു ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലിനെ ക്ലാസിഫൈ ചെയ്യാന്ന് അറിയാം. ഇനി ഈ ഒരു മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചും എങ്ങനെ ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാന്ന് പറയാം. ക്ലിയർ ആണല്ലോടാ? ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. സോ ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അല്ലെങ്കിൽ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആയിട്ട് വന്നാൽ അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, ആ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ അത് ഡയറക്റ്റ് ഏത് കാറ്റഗറിയിലോട്ട് പോകും? റാഷണൽ നമ്പർ കാറ്റഗറിയിലോട്ട് പോകും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പഠിച്ചായിരുന്നു. 0.5, 0.75, 0.875 എക്സെട്ര. ഓക്കെ, സോ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിട്ട് വന്നാൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആവും. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് അത് എന്താവും? റാഷണൽ നമ്പർ ആവും. ഇനി ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വന്നിട്ടില്ല എങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ്. അത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ്. ഈ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പറിലെ റിമൈൻഡർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് റാഷണൽ നമ്പർ കാറ്റഗറിയിലോട്ട് പോകും. റിമൈൻഡർ റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സെയിം ഡിനോമിനേറ്റർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് റാഷണൽ നമ്പറിലോട്ട് പോകും. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത് നോൺ റിക്കറിംഗ് ആയി റാഷണൽ നമ്പർ കാറ്റഗറിയിലോട്ട് പോകും. സോ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ നമ്പേഴ്സിന് എക്സാമ്പിളുകളാണ് 0.333 എക്സെട്ര, 0.666 എക്സെട്ര, 0.416 എക്സെട്ര 666 എന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും ആർക്ക് എക്സാമ്പിൾ ആണ്? നോൺ ടെർമിനേറ്റിംഗ് പ്ലസ് റിക്കറിംഗ് ഡെസിമൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് വിൽ ഡയറക്ട്ലി ഗോ ടു ദ കാറ്റഗറി ഓഫ് റാഷണൽ നമ്പർ. ഇനി നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള നമ്പർ നോൺ റിക്കറിംഗും ആണെങ്കിൽ അത് ഇറാഷണൽ നമ്പർ. നോൺ ടെർമിനേറ്റിംഗ് ആയി വരുന്ന നമ്പേഴ്സ് നോൺ റിക്കറിംഗും കൂടിയാണെങ്കിൽ അത് ഇറാഷണൽ നമ്പർ. എക്സാമ്പിൾ പൈ വരുന്നുണ്ട്, റൂട്ട് ഓഫ് ഓൾ
പ്രൈം നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ? ഇതാണ് ഇത്രയും കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പറഞ്ഞതിൽ ഒരു ചെറിയ പോർഷൻ. ഓക്കെ. പറഞ്ഞ ഒരു ചെറിയ പോർഷൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? സോ അതിനെ ഞാൻ ഒന്ന് ചെറുതാക്കി മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ചൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് പഠിച്ചു, ഇന്റിജേഴ്സ് പഠിച്ചു, റാഷണൽ നമ്പേഴ്സ് പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചു, റിയൽ നമ്പേഴ്സും പഠിച്ചു. അതായത് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിന്റെ കൂടെ ആരും കൂടെ വരും? നാച്ചുറൽ നമ്പറിന്റെ കൂടെ ആരും കൂടെ വരും? സീറോയും കൂടി വരും. ഓക്കെ. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറിന്റെ കൂടെ ആരും കൂടെ വരടാ? ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ ആരും കൂടെ വരും? നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സും കൂടെ വരും. -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഓക്കെ. നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സും കൂടെ വരും. ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരൂടാ? ഇന്റിജേഴ്സും വരും, അതിന്റെ കൂടെ ഫ്രാക്ഷൻസും വരും. ഓക്കെ. ഇന്റിജേഴ്സും ഫ്രാക്ഷൻസും കൂടി ഉൾപ്പെടുന്നതാണ് റാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ അല്ലാത്ത നമ്പേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാ നമ്പറും റാഷണൽ നമ്പറിനകത്ത് പെടും. റാഷണലിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പം നമ്മുടെ നമ്പർ ലൈനിനകത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട്? റാഷണൽ നമ്പറും ഉണ്ട്, ഇറാഷണൽ നമ്പറും ഉണ്ട്. ഇനി നമ്പർ ലൈനിനകത്തുള്ള എല്ലാ നമ്പേഴ്സും യൂണിയൻ ഓഫ് rational and irrational numbers, we call it as real numbers. Union of rational or the group of rational and irrational number is called real numbers. Okay ആണോ? റാഷണലും ഇറാഷണലും കൂടി ചേരുന്ന നമ്പർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അതായത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഞാൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞുതരാം. ഞാനൊരു റെക്ടാങ്കിൾ എടുക്കുന്നു. ഓക്കെ. ഈ റെക്ടാങ്കിൾ ആണ് എന്റെ റിയൽ നമ്പർ എന്ന് വിചാരിക്കുക. ഈ റെക്ടാങ്കിൾ ആണ് എന്റെ റിയൽ നമ്പർ എന്ന് വിചാരിക്കുക. സോ ഈ റെക്ടാങ്കിളിനകത്ത് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിൾ ആണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? സോ ഈ റെക്ടാങ്കിൾ ആണ് എന്തെന്ന് നമുക്ക് ഈ സർക്കിളിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഓക്കെ. ഒന്നും കൂടെ വരച്ചാൽ ഞാൻ പല കളറിൽ അങ്ങ് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഞാനൊരു റെക്ടാങ്കിൾ വരച്ചു. ഈ റെക്ടാങ്കിൾ ആരെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്? എന്റെ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം ആയിട്ടുള്ള റിയൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഞാൻ വേറൊരു കളർ എടുക്കുന്നു. ഏത് കളർ എടുക്കാടാ? റോസ് ഇല്ല, നമുക്ക് വയലറ്റ് അല്ലേ? വയലറ്റ് എടുക്കാം. വയലറ്റ് എടുത്തിട്ട് ഞാൻ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നു. അതായത് ഈ സർക്കിൾ എന്ന് പറയുന്നത്, സർക്കിളിനകത്ത് കിടക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്റെ റാഷണൽ നമ്പേഴ്സ് ആണ്. സോ റിയൽ നമ്പേഴ്സിൽ പെടുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പർ ആവത്തില്ല, ഇല്ലേ? അല്ലെ? അത് കറക്റ്റ് അല്ലേ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണലും ഉണ്ട്, ഇറാഷണലും ഉണ്ട്. സോ ഈ റെക്ടാങ്കിൾ ആകുന്ന റിയൽ നമ്പറിനകത്ത് ഈ സർക്കിൾ ഇരിക്കുന്ന പോർഷനിലുള്ള ഏരിയയിലുള്ള നമ്പേഴ്സ് മാത്രമേ ആരാവൂ? റാഷണൽ നമ്പർ ആവും. അങ്ങനെയാണെങ്കിൽ സർക്കിളിന് പുറത്തുള്ള നമ്പേഴ്സോ? സർക്കിളിന് അകത്തുള്ള നമ്പേഴ്സ് റാഷണലാണ്. സർക്കിളിന് പുറത്തുള്ള നമ്പേഴ്സ് ആരായിരിക്കും? അപ്പം ഈ റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെ? സർക്കിളിന് പുറത്തുള്ള നമ്പേഴ്സ് എവിടം തൊട്ട് എവിടം വരുതാ? ഈ ഷെയ്ഡഡ് പോർഷൻ. സർക്കിളിന് അകത്ത് വരത്തില്ല, സർക്കിളിന് പുറത്തുള്ള ഏരിയ. ആ ഏരിയ ആർക്കാണ്? ഇറാഷണൽ നമ്പേഴ്സിനുള്ളതാണ്. സോ ഈ റാഷണൽ നമ്പറിനകത്ത് ആര് വരോടാ? ഇനി റാഷണൽ നമ്പർ തന്നെ ഇനി വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഈ റാഷണൽ നമ്പറിനകത്താണ് ആര് വരുന്നത്? നമ്മുടെ ഇൻഡിജർ വരുന്നത്. ആര് വരോടാ? ഇൻഡിജർ വരും. റാഷണൽ നമ്പറിനകത്ത് ആര് വരോടാ? ഇൻഡിജർ വരും. സോ റാഷണൽ നമ്പറിനകത്ത് ആര് വരും? ഇൻഡിജർ. ഒത്തിരി ഒന്ന് വെളിയിലായി പോയി, കാര്യമാക്കണ്ട, അകത്താണ് വരുന്നത് കേട്ടോ. റാഷണൽ നമ്പറിന്റെ അകത്ത് ഇൻഡിജർ വരും. ഇനി ഇൻഡിജറിനകത്താണ് ആര് വരുന്നത്? ഇൻഡിജറിനകത്ത് ആര് വരോടാ? ഇൻഡിജറിനകത്ത് നമ്മുടെ വോൾ നമ്പർ വരും. ഇൻഡിജറിനകത്ത് വോൾ നമ്പർ. ഇതെല്ലാം റാഷണലിന്റെ അകത്താണ് നിൽക്കുന്നത് കേട്ടോ. എല്ലാ റാഷണലിനകത്ത് വരും. ഇൻഡിജറിനകത്ത് ആര് വരോടാ? വോൾ നമ്പർ വരും. വോൾ നമ്പർ വന്നു. ഇനി ഈ വോൾ നമ്പറിനകത്ത് ആര് വരോടാ? വോൾ നമ്പറിനകത്ത് വേറെ കളറില്ലേ? ഈശ്വര, കളറിന് അയ്യോ കളർ. ഓക്കെ. മഞ്ഞ. ഓക്കെ. സോ ഈ വോൾ നമ്പറിനകത്തിന് ആര് വരോടാ? നാച്ചുറൽ നമ്പർ വരും. വോൾ നമ്പറിനകത്ത് നാച്ചുറൽ നമ്പർ. സോ എന്റെ ഏറ്റവും വലിയ സെറ്റ് ആയിട്ടുള്ള റിയൽ നമ്പറിനകത്ത് ആര് വരും? റാഷണൽ നമ്പർ വരും. റാഷണൽ നമ്പർ അല്ലാത്ത റിയൽ നമ്പറിന്റെ പോർഷൻ ഇറാഷണൽ നമ്പേഴ്സിനുള്ളതാണ്. റാഷണൽ നമ്പറിനകത്ത് ഇൻഡിജർ വരും. ഓക്കെ. ഇനി ഈ ഇൻഡിജർ അല്ലാത്ത റാഷണൽ നമ്പർ ആരൊക്കെയാണ്? ഇൻഡിജർ അല്ലാത്ത റാഷണൽ നമ്പർ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ. ഇൻഡിജർ അല്ലാത്ത റാഷണൽ നമ്പർ ആരൊക്കെയാണ്? ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ. ഇനി ഇൻഡിജറിനകത്ത് വോൾ നമ്പേഴ്സ് വരും. ഇനി വോൾ നമ്പർ അല്ലാത്ത ഇൻഡിജർ ആരൊക്കെയാ?
നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അതിനകത്ത് ആര് വരും? വോൾ നമ്പർ വരും. വോൾ നമ്പറിന്റെ അകത്ത് നാച്ചുറൽ നമ്പർ വരും. സോ ഈ നാച്ചുറൽ നമ്പർ അല്ലാത്ത വോൾ നമ്പർ 0 മാത്രം കേട്ടോ. അതിനാണ് ഇത്രയും പോർഷൻ. ഓക്കെ, കോട്ടെ, കുഴപ്പമില്ല. നമുക്കൊരു ഒരു ഓവർവ്യൂ കിട്ടിയല്ലോ. എന്താണ് റിയൽ നമ്പർ എന്നും, എന്താണ് റാഷണൽ നമ്പർ എന്നും, എന്താണ് ഇന്റിജർ എന്നും, എന്താണ് ഇറാഷണൽ നമ്പർ എന്നും, എന്താണ് ഹോൾ നമ്പർ എന്നും, എന്താണ് നാച്ചുറൽ നമ്പർ എന്നും എന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടിയല്ലോടാ. സോ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറയാം. റാഷണൽ നമ്പേഴ്സ് എപ്പോഴാണ്, സോറി, ഒരു ഡെസിമൽ നമ്പർ എപ്പോഴാണ് റാഷണൽ നമ്പർ ആവുന്നത്? അത് ടെർമിനേറ്റിംഗ്, എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ടെർമിനേറ്റിങ്ങോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയി പോയാൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സോ വന്നാലാണ് അത് റാഷണൽ നമ്പർ ആകുന്നത്. നോൺ ടെർമിനേറ്റിംഗും നോൺ റിക്കറിംഗുമായിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പർ ആകും. സോ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ അങ്ങോട്ട് കുറച്ച് പ്രോബ്ലംസും, നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസും അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കൺസെപ്ച്വൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ അങ്ങനെ ആ ടൈപ്പിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കും. ഓക്കെ ആണല്ലോടാ? ഇത്രയും ക്ലിയർ ആണല്ലോടാ?